കയ്യിൽ തൽക്കാലം ഇരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു സന്തോഷ വാർത്ത LDF-നെ സംബന്ധിച്ച് BJP പിടിച്ച പന്തളം നഗരസഭ LDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. BJP ഭരിച്ച പന്തളം നഗരസഭ LDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. NDAക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. LDF 14 വാർഡുകളിൽ വിജയിച്ചു, UDF 11 വാർഡുകളിൽ വിജയിച്ചു. ബിഗ് ബ്രേക്കിംഗ്! പന്തളം നഗരസഭയിൽ LDF വിജയിച്ചിരിക്കുന്നു. NDA ഭരിച്ച പന്തളം നഗരസഭ LDF 14 വാർഡുകളിൽ വിജയിച്ചു, UDF 11 വാർഡുകളിൽ വിജയിച്ചു. പന്തളം ഭരിച്ച NDA 3-ാം സ്ഥാനത്തേക്ക് 9 വാർഡുകളിലേക്ക് മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പന്തളം നഗരസഭ LDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഈ കൊടുങ്കാറ്റിനിടയിൽ ആടിയുലയുമ്പോഴും പന്തളം NDA ഭരിച്ച മുനിസിപ്പാലിറ്റി LDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. 14 വാർഡുകളിൽ വിജയിച്ചാണ് LDF-ന്റെ വൻ തിരിച്ചുവരവ് പന്തളത്ത്. ബദൽ അയ്യപ്പ സംഗമം അടക്കം നടത്തി, സംഗമം നടത്തി വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ച പന്തളം LDF-നോടൊപ്പം UDF-ന് 11, LDF 14, NDA 9. പന്തളം നഗരസഭയിൽ അവിടെ കേവല ഭൂരിപക്ഷം ഇല്ല LDF-ന്. പന്തളം നഗരസഭയിൽ മിന്നും ജയമാണ് LDF-ന്. ഒറ്റകക്ഷി പന്തളം നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി LDF. അറിയേണ്ടത്, ഇനി 11 വാർഡുകളിൽ വിജയിച്ച UDF-ഉം 9 വാർഡുകളിൽ വിജയിച്ച NDA-യും തമ്മിൽ അവിടെ ഒരു സഖ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം നടത്തിയ പന്തളത്ത് LDF പന്തളം നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി നഗരസഭാ ഭരണം പറയാൻ കഴിയില്ല. നഗരസഭാ ഭരണം NDAക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബദൽ അയ്യപ്പ സംഗമം നടത്തിയ പന്തളത്ത് NDAക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. പന്തളം നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി മാത്രം LDF. ഏറ്റവും ചെറിയ ഒറ്റകക്ഷി NDA. ഏറ്റവും ചെറിയ ഒറ്റകക്ഷി എന്ന് മാത്രമല്ല, ഏറ്റവും പിന്നിലായി NDA മാറിയിരിക്കുന്നു. ബദൽ അയ്യപ്പ സംഗമം നടത്തിയ പന്തളത്ത് 3-ാം സ്ഥാനത്തേക്ക് BJP പോയിരിക്കുന്നു. ബദൽ അയ്യപ്പ സംഗമം നടത്തിയ പന്തളത്ത് 3-ാം സ്ഥാനത്തേക്ക് BJP, 1-ാം സ്ഥാനത്ത് LDF 14 സീറ്റുകൾ. പാലക്കാടും ഭരിച്ചുകൊണ്ടിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും NDAക്ക് ഭരണം നിലവിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും കേവല ഭൂരിപക്ഷമില്ല. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ അകലെയാണ് നിൽക്കുന്നത്. പാലക്കാടും പന്തളത്തും തിരിച്ചടിയുണ്ടെങ്കിലും പാലക്കാട് നഗരസഭയിൽ കേവല ഭൂരിപക്ഷം കടന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റക്കക്ഷി BJP ആണ്. പന്തളത്തുള്ള തിരിച്ചടി തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കണക്ക് തീർക്കുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷം ഇപ്പോഴുമില്ല. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും ഒപ്പത്തിനൊപ്പം മത്സരം നടക്കുന്നു. UDF 15, LDF 13. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും ഒപ്പത്തിനൊപ്പം മത്സരം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ 8 UDF മുന്നിലാണ്, LDF 6 മാത്രം. അപ്പോഴും സൂപ്പർ സസ്പെൻസായി തിരുവനന്തപുരം കോർപ്പറേഷൻ നിൽക്കുന്നു. NDA 49 ഇടങ്ങളിലും, LDF 28 ഇടങ്ങളിലും, UDF 19 ഇടങ്ങളിലും നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കേവല ഭൂരിപക്ഷം. തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന CPIM-ന്റെ SK പ്രീജ ബാലരാമപുരം ഡിവിഷനിൽ തോറ്റു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അല്ലേ തോറ്റു. അപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ NDAക്ക് 49 സീറ്റുകളാണ്. 2 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ്. 2 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക്. ഹൈബീഡന്റെ പ്രതികരണം വരുന്നു. ഹൈബീഡന്റെ പ്രതികരണം: ജനങ്ങൾ ഇടത് സർക്കാരിനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്ത് വയനാട്ടിൽ സംഷാദ് മരക്കാറിന് തോൽവി എന്നൊരു വാർത്ത കൂടിയുണ്ട്. കോൺഗ്രസ് വിമതൻ ബിനു ജേക്കബ് 1268 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂതാടി ഡിവിഷനിൽ മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അവിടെ